ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് എത്തുന്നത്. ചിക്കൻ മക്ലൂബ എന്ന ഒരു അറബിക് റൈസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ മക്ലൂബ എന്നൊക്കെ കേൾക്കുമ്പോൾ പരിചയമില്ലാത്തവർക്ക് അതെന്തോ ഒരു വലിയ പ്രയാസമുള്ള എന്തെങ്കിലും ഒരു ഡിഷാണെന്ന് തോന്നും. പക്ഷേ ഇത് വളരെ ഈസി ആയ ഒരു മെത്തേഡിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. ചിക്കൻ മക്ലൂബ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിൽ നമുക്കത് ഉണ്ടാക്കാം. വെജിറ്റബിൾസ് പൊരിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം, ചിക്കൻ പൊരിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. പക്ഷേ അതൊക്കെ കുറച്ച് പ്രയാസമുള്ളതായതുകൊണ്ട് ഇത് കുറച്ച് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു രൂപത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് എളുപ്പമായിരിക്കും. നിങ്ങൾ ഇത് കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മക്ലൂബ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെ എല്ലാവരും എൻ്റെ കൂടെ കിച്ചണിലേക്ക് വരിക. എല്ലാവരും അത് ഉണ്ടാക്കാൻ പഠിക്കുക. ഈസിയാണ്. പോവാം നമുക്ക് എൻ്റെ കിച്ചണിലേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 2 പീസ് കറുവപ്പട്ട, ഒരു 4 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫ്, ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലൊരു ടീസ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് അതും ചേർത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ മതി. അത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞാൽ ഈ അരി ഒട്ടിപ്പിടിക്കൂല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ബസ്മതി അരി അതിന് ചേരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ കൈമ റൈസ്, ജീരകശാല റൈസ് അതൊന്നും ഉപയോഗിച്ചാൽ ഈ ചോറിന് ശരിയാവില്ല. അത് ബസ്മതി അരി തന്നെ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാൽ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അരി ഇവിടെ ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇനിയിപ്പോൾ ആ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അരി അതിലേക്ക് ഇടാം. ബാക്കിയുള്ള ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചോറ് വെക്കുന്നത് നമ്മൾ ചിക്കൻ മാത്രമല്ല, സാധാരണ ചോറ് പോലെയല്ല, കുറച്ച് വെജിറ്റബിൾസ് കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ 2 തക്കാളി, പിന്നെ വലിയ തക്കാളിയാണ്, അത് ഒരു 2 എണ്ണം ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ 2 എണ്ണം, അത് ഇവിടെ റൗണ്ട് ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ക്യാപ്സിക്കം, അതും റൗണ്ട് ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ, വലിയ വഴുതനങ്ങയാണ്, വലിയൊരു വഴുതനങ്ങ ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് പച്ചമുളക്, ഇത് മുറിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. അതേപോലെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ചോറിനകത്ത് ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉണ്ടാവും. വേറെ നെയ്യൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതല്ലാതെ വേറൊന്നും ചേർക്കുന്നില്ല. ഓയിൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓയിൽ ചേർക്കാം. ഇനി ഇത് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇപ്പം ഞാനൊരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കണം, അധികം തീ ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് വെളിച്ചെണ്ണ ചേർക്കണ്ട. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് കോൺ ഓയിൽ, കാനോല ഓയിൽ, സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതൊരു അറബിക് റൈസ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വല്ലാതെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മസാലകൾ ഇടാം.
1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഓഫാക്കിയിട്ട് പിന്നെ ഓണാക്കിയാലും മതി, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം നിങ്ങൾ ഇത് ഓഫാക്കി എല്ലാം ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ഓണാക്കിയാൽ മതി, തീ ഓണാക്കിയാൽ മതി. 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. അതേപോലെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, അധികം വേണ്ട, ടീസ്പൂണാണ് കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അറബിക് മസാല എന്ന് പറയും. ഇത് UAE ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ വേഗം കിട്ടാവുന്നതാണ്. ഇനിയിപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാക്കാൻ ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇനി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് ഒരു 2 ടേബിൾ സ്പൂണ് അറബിക് മസാല ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീ വെച്ചിട്ട് ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂത്ത് പോകരുത്, കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയാൽ മതി. നമ്മൾ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രൈ ആയി ഉടനെ തന്നെ ഉപ്പ് ചേർക്കുന്നത് എണ്ണയുടെ ചൂടൊന്ന് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് സ്പൈസസ് ഒക്കെ ഇടുമ്പോൾ പിന്നെ നമുക്ക് കരിയാതെ കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. ഞാൻ വളരെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. ഇത് ചിക്കൻ സ്റ്റോക്കാണ്, ചിക്കൻ സ്റ്റോക്ക്. ഞാൻ 2 ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കണം, ഉപ്പ് നോക്കിയിട്ട് 1.5 ചേർത്തിട്ട് നോക്കുക അതിൻ്റെ ഉപ്പ് എത്രമാത്രം വരുന്നുണ്ടെന്ന്. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കണ്ട, ചിക്കൻ സ്റ്റോക്ക് തന്നെ ചേർത്താൽ മതി. ഇതാണ് ചിക്കൻ സ്റ്റോക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്കൻ സ്റ്റോക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് ചിക്കൻ സ്റ്റോക്ക്. ഇതിവിടെ നാട്ടിലും എല്ലാ സ്ഥലത്തും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് ഇതേപോലത്തെ പീസാണ്. ഇതിൻ്റെ 1.5 പീസേ ഞാൻ ഇട്ടിട്ടുള്ളൂ, കാരണം അതിൽ അപ്പോഴത്തേനും ഉപ്പ് പാകത്തിനായിട്ടുണ്ടായിരുന്നു. 1.5 പീസേ ഇട്ടിട്ടുള്ളൂ, ഇത്രയും 1.5 കിലോ ഇറച്ചിക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക. അപ്പോൾ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം, ചോറിന് വേണ്ടിയിട്ട് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ചോറിന് വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിൽക്കണം, എന്നാലേ നമ്മളെ ചോറ് റെഡിയായി വരുമ്പോൾ അതിനകത്ത് പാകത്തിന് ഉപ്പ് കാണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു പകുതി വേവേ ആവുള്ളൂ, ഫുള്ളായിട്ട് വേവിക്കരുത്. കാരണം നമ്മൾ ഇത് കുറച്ച് ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് പിന്നീട് വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ള് അധികം വേവാവാതെ നോക്കണം. ഒരു പകുതി വേവാകുമ്പോഴത്തേനും ഈ ചോറ് വാർത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ചോറ് റെഡിയായി വരുമ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോയിട്ടുണ്ടാവും ചോറ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ചോറിൻ്റെ വേവ്. ഇതിപ്പോൾ ചോറ് എല്ലാം കൂടി ദമ്മ് പോലെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലൊരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇപ്പോൾ തീ ആവശ്യമില്ല, തീ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടതിൻ്റെ ശേഷമേ വേണ്ടുള്ളൂ. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഉണ്ട്, അത് ഞാൻ ഏറ്റവും അടിയിൽ പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ നിരത്തി വെക്കണം നമ്മൾ പൊട്ടാറ്റോ. തക്കാളി ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഇങ്ങനെ കുഴിയായിട്ടുള്ള പാത്രം, ഇത്ര വട്ടമില്ലാണ്ട് കുഴിയായിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനകത്ത് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ ഏറ്റവും സുഖമായിട്ട് വെക്കാനൊക്കെ നമുക്ക് പറ്റിയ കുഴിയായിട്ടുള്ള പാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്ര വട്ടമില്ലാതെ കുറച്ചും കൂടി ഉയരത്തിലുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇത് ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. ഇനി സവാള കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഈ ചിക്കൻ മക്ലൂബ എന്ന് പറയുന്നത് 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 2 മെത്തേഡ് ഉണ്ട് ഉണ്ടാക്കാൻ. ഒന്ന് ഈ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. 2-3 മെത്തേഡിലൊക്കെ ഇത് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഐഡിയയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ക്യാപ്സിക്കം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ വഴുതനങ്ങ വെച്ച് കൊടുക്കണം. വഴുതനങ്ങ വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം കൂടി ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ചിക്കന് ഞാനിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കന്
ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ നിരത്തി വെക്കണം. ഇതേപോലെ വലിയ പാത്രം തന്നെ വേണം. ഇങ്ങനെ കുഴിയുള്ളത്, അത്ര വട്ടമില്ലാണ്ട് കുഴിയുള്ളതാണെങ്കിൽ കുറച്ചും കൂടിയും നല്ലതാണ്. ഇനി നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കത്തിച്ച് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കേണ്ടത്. മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അരി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഞാനൊരു 1.25 കിലോ അരി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കായിട്ട് വെള്ളമൊന്നും വെക്കണ്ട. നിങ്ങൾക്ക് അരി വെന്താലും വീണ്ടും വെള്ളം മുകളിൽ നിൽക്കുന്ന ആ കണക്കിൽ വെക്കണം. അതാണ് അതിൻ്റെ ശരി. അപ്പോഴാണ് അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ വെക്കുക. കൃത്യമായ ഒരു അളവൊന്നുമില്ല. ചോറിൻ്റെ മേലെ വെള്ളം നിൽക്കണം, അത്രേ. കാരണം നമ്മളത് വാർത്തെടുക്കുന്നതാണ്. ഇത് ലാസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കൈകൊണ്ട് ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് പിടിപ്പിക്കണം. ഈ മസാലയാണ് ഈ ചോറിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ മസാലയും ഈ വെജിറ്റബിൾസും കൂടി ഇങ്ങനെ ഒന്നിച്ച് കുക്കായി വന്നിട്ട് അതിൻ്റെ കറിയൊക്കെ ഈ ചോറിനകത്ത് പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. മൊത്തത്തിൽ ഈ അറബിക് ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണങ്ങളാണ് എല്ലാതും. അവരുടെ അറബിക് ഫുഡ് എരിവ് കുറവായിരിക്കും. അവർ അറബ്സൊക്കെ എന്നുണ്ടെങ്കിൽ അവർ എരിവൊക്കെ നന്നായിട്ട് കുറച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം അവർ ഉണ്ടാക്കുക. ഇതിപ്പോൾ നമുക്കൊക്കെ വേണമെങ്കിൽ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റിനുള്ള ഇത് വരും. ഈ പച്ചമുളക് ഞാനിതിൻ്റെ മേലെ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില വെറുതെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് റെഡിയായോ നോക്കാം നമുക്ക്. ഇപ്പോൾ അത് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മീഡിയം തീയാണുള്ളത്. ഇനി ചോറ് നമുക്ക് നോക്കട്ടെ. ചോറ് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, പകുതി വേവായിട്ടുണ്ട്. നമ്മളിങ്ങനെ അമർത്തി പൊട്ടിക്കുമ്പോഴാണ് ചോറ് പകുതിയായിട്ട് മുറിയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് നമ്മൾ പെട്ടെന്ന് കോരിയിടണം, ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നിട്ട് ചോറ് വേവ് അധികമായി പോവുള്ളൂ. ഇനിയിപ്പോൾ ഞാനിതെല്ലാം കോരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫ്രൈ പാന് കുറച്ച് ചോറിന് ഒരു അല്പം വെള്ളം എടുത്തിട്ട് 2 സ്പൂൺ വെള്ളം എടുത്തിട്ട് അതൊന്ന് അതിൽ മിക്സ് ചെയ്ത് ആ മസാല ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് ഇതിൻ്റെ അടപ്പ് ഇതുമിൽ നന്നായിട്ട് അമർത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മൊത്തം അരമണിക്കൂർ, ബാക്കിയുള്ള ടൈം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒന്ന് ഹൈ ഫ്ലെയിമിൽ കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിം. ഇല്ലെങ്കിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ കരിഞ്ഞു പോവുള്ളൂ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ചില ചിക്കന് നല്ല വേവ് അധികമായിരിക്കും. ഇതിപ്പോൾ ബ്രോയിലർ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവനിപ്പോൾ ചിക്കൻ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ പിന്നെ വേവ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ഈ വേവ് കൂടുതലുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രഷർ കുക്കറിലിട്ടിട്ട് 2 പ്രാവശ്യമൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തതിൻ്റെ ശേഷം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അധികം വെള്ളം ഒഴിക്കാണ്ട് സ്റ്റീം ചെയ്യണം. എന്നിട്ട് പിന്നെ വെള്ളം കുറച്ച് അതിനകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അരി വേവിക്കുന്നതിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ആ ചോറിനുണ്ടാവും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് തുറന്ന് നോക്കിയിട്ട് ചിക്കൻ ഒരു സൈഡിൽ നിന്ന് ഒരല്പം മാറ്റിയിട്ട് നോക്കുക. എന്നിട്ട് ചിക്കൻ്റെ വേവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വീണ്ടും കവർ ചെയ്തിട്ട് നമ്മുടെ ചോറ് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. കറക്റ്റ് അരമണിക്കൂറായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പിന്നെ ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ചോറൊക്കെ നല്ല കറക്റ്റ് പാകം വേവായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം.
ഒന്ന് അമർത്തി കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് തിരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിൽ ഒന്നിങ്ങനെ അകത്തി കൊടുക്കണം. സൈഡിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് റൈസ് നമ്മൾ നേരത്തെ പകുതി വേവായപ്പോഴത്തിനും എടുത്തതുകൊണ്ട് ഇപ്പോൾ ഈ ദമ്മിൽ ഇരുന്നിട്ട് നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചില ചിക്കന് വല്ലാണ്ട് വെള്ളം കുടിക്കും. അപ്പോൾ ആ സമയത്ത് ഇത് തുറക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് വെള്ളം ഇതിനകത്ത് അധികം കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് അതൊന്ന് സിമ്മ് കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. അത്രേ വേണ്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഞാനിപ്പോൾ ഇത് പാത്രം പിന്നെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു വലിയ പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ടുണ്ട്. ഇനി അലൂമിനിയം ഫോയിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഞാനൊരു സൗകര്യത്തിന് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അടപ്പ് കറക്റ്റ് പാകമായിട്ടുള്ള ഇത് എനിക്ക് ആ പാത്രം കറക്റ്റ് ഇത് അടപ്പോട് കൂടിയിട്ട് മാറ്റാൻ പറ്റിയിരുന്നില്ല, കാരണം ഇതിൻ്റെ പിടുത്തം ഇങ്ങനെ ആയതുകൊണ്ട്. ഇങ്ങനെ ചെയ്താൽ മതി. അലൂമിനിയം ഫോയിൽ എടുത്തോളം എന്നില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ അലൂമിനിയം ഫോയിൽ ഇങ്ങോട്ട് മാറ്റിയെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. ഇനി മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒരു വലിയ പ്ലേറ്റിലേക്കാണ് ഞാനിത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ എല്ലാം നല്ല ഇതായിട്ട് കരിയാണ്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പാകം വേവായിട്ട് ചിക്കനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഈ റൈസിലേക്ക് കണ്ടോ നിങ്ങൾ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അത് ഈ റൈസിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതിലെ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വന്ന് അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പാകം വേവായിട്ട് ചിക്കനൊന്നും ഉടഞ്ഞു പോവാതെ, ഇതാ ചിക്കൻ്റെ കഷ്ണം കണ്ടോ, ചിക്കനൊന്നും ഉടഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കണ്ടോ, ചിക്കനൊക്കെ നല്ല പാകം വേവായിട്ടാണ് ഉള്ളത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, കാരണം ഈ ചിക്കൻ്റെ വെള്ളവും എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് വെന്തതാണ്. നമ്മൾ ആദ്യം ചേർത്ത മസാലയൊക്കെ ചേർത്തിട്ട്. അറബിക് മസാല ഇപ്പോൾ അറബ് നാട്ടിലൊന്നും അത് വാങ്ങാൻ കിട്ടാനൊരു പ്രയാസവും ഇല്ല. ഇപ്പോൾ നാട്ടിലുള്ളവർക്കായിട്ട് അറബിക് മസാല എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഈ ചോറ് നമുക്ക് തൈര് റായത്താക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ പപ്പടമോ എന്ത് വേണമെങ്കിലും നമുക്ക് സാധാരണ ഒരു ബിരിയാണിയുടെ കൂടെ കൂട്ടുന്ന എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ചിക്കൻ മക്ലൂബ തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എണ്ണയിൽ ചിക്കനും വെജിറ്റബിൾസൊക്കെ പൊരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഭയങ്കര ഓയിലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടിയും ഇങ്ങനെ എണ്ണയോ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വല്ലാണ്ട് നമുക്കൊരു ഇഷ്ടമൊന്നും വരില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ മക്ലൂബ ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.